വേറെ ഏതെങ്കിലും പേര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കാണും സാർ. നമുക്ക് മൊബൈൽ നമ്പർ വെച്ച് ട്രേസ് ചെയ്താൽ നേരം വിളിക്കുന്നതിന് മുമ്പേ പിടിക്കാൻ പറ്റും. പറയൂ സാർ. TN38AW7436. ഈ കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പെട്ടെന്നൊന്ന് കളക്ട് ചെയ്ത് പറയൂ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിനക്കാരെങ്കിലും സംശയം തോന്നുന്നുണ്ടോ ഗൗതം? ഉണ്ട് സാർ, പക്ഷേ എല്ലാം ഒരു കഥയാണ്, സത്യമല്ല. എന്ത് കഥ പറയൂ. ഞാൻ അംബേദ്കർ നഗറിൽ അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള എല്ലാവരും ഒരേ ഒരു പയ്യനെക്കുറിച്ചാണ് കംപ്ലൈൻറ്റ് ചെയ്തത്, ഫാബിയോ. ചിലർ അവനെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് പറഞ്ഞത്, ചിലരവനെ ലേഡീസ് മാൻ എന്നും പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ തിയറി എന്താണെന്ന് വെച്ചാൽ, ശ്രുതി കംപ്ലൈൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത് ഫാബിയുടെ പേരിലാണ്. 3 പേര് ഒരുമിച്ചല്ലേ സാറേ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പേര് കൺഫ്യൂസ് ആകാനും സാധ്യതയുണ്ട് സാർ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം സാർ. എത്ര വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ചില ഡേറ്റി സീക്രട്സ് ഒന്നും ആരും പറയാറില്ല സാർ. മനോയും മെൽവിനും അറിയാതെ തന്നെ ഫേബിൻ ശ്രുതിയെ സ്റ്റോപ്പ് ചെയ്ത് കാണും സാർ. സ്റ്റോപ്പ്. ഈ നേരത്ത് താൻ എവിടേക്കാ പോകുന്നത്? സ്റ്റേഷനിലേക്കാ സാർ. മുഖത്തെന്ത് പറ്റിയതാ? എന്താ നടക്കുന്നതെന്ന് എനിക്ക് മാത്രമാണോ മനസ്സിലാവാത്ത? നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? എല്ലാത്തിനും ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ടുണ്ടാവല്ലോ. ഇപ്പൊ ഒന്നുമില്ലേ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിന്റെ വെപ്രാളൊന്നും നിർത്തടാ. നീ വിചാരിക്കും പോലെ ഈ കാര്യം അത്ര സീരിയസ് വിഷയമൊന്നും അല്ലടാ. അത് പോട്ടെ, ഇപ്പം ഞാൻ പറയുന്നത് ടെൻഷൻ അടിക്കാതെ നെർവസ് ആകാതെ കേട്ടോ. ഇന്നലെ നമ്മളുണ്ടാക്കിയ ആക്സിഡൻറ്റ് ഏതോ ഒരുത്തൻ കണ്ടിട്ടുണ്ട്. അവരുമായിട്ടുള്ള വഴക്കിനിടയിൽ ഡ്രങ്ക് ലോക്കായില്ലയോ നോക്കി, പക്ഷേ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കാറിനെ ഫോളോ ചെയ്ത് നമ്മൾ വീട്ടിൽ കയറിയതിന് ശേഷം ഡ്രൈവർ സീറ്റിൻ്റെ അരികത്തുണ്ടായിരുന്ന ലിവർ യൂസ് ചെയ്ത് ബോഡി പുറത്തെടുത്തു. ആ ബോഡി എടുത്തവർ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് തുറന്ന് പറഞ്ഞാൽ ഈ കാര്യം പോലീസിലെത്തിക്കാനുള്ള മൈൻഡിലായിരിക്കും ഉണ്ടാവുക. ബ്രോ, നിങ്ങളോട് എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലോട്ട് പേപ്പർ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യേ, ഇത് പേപ്പർ മാറ്റർ ഒന്നും അല്ല. നാളെ ഈ മുഖമെല്ലാം പേപ്പറിൽ വരുന്ന ഒരു മാറ്ററാ. ഇതെന്താ ബ്രോ, എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? ഇരിക്കേ, ഇത് നിങ്ങളുടെ വീട് തന്നെയല്ലേ? എന്തു പറയാൻ വേണ്ടി നീ ഇങ്ങോട്ട് വന്നേ? അതെന്തിനാണെന്ന് വെച്ചാൽ, ഇന്ന് കൊച്ചു വെളുപ്പാൻ കാലത്ത് ഒരു പത്രക്കാരൻ നമ്മുടെ ഭാരതീയ പാർക്കിനടുത്തൂടെ പോവായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാറ് ബ്രേക്ക് ഇടുന്ന സൗണ്ട് കേട്ടു. എന്താണെന്നറിയാൻ വേണ്ടി സൈക്കിളിൽ നിന്ന് ഇറങ്ങിച്ച് നോക്കുമ്പോൾ നിങ്ങളെപ്പോലൊരു 3 പിള്ളേർ ഒരുത്തനെ കാർ കൊണ്ട് ഇടിപ്പിച്ചിട്ട് അവനെ എടുത്ത് ഡിക്കി വെച്ചിട്ട് വിട്ടു പൊക്കളഞ്ഞു. ആ പത്രക്കാരൻ സത്യത്തിൽ നല്ലവനാ. ഇക്കാര്യം പോലീസിനോടൊന്നും ചെന്ന് പറഞ്ഞില്ല. ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും പോയി പറഞ്ഞേനെ. പിന്നീടാണ് ആ പേപ്പറുകാരന് തലയിലൊരു ബുദ്ധി ഉദിച്ചത്. ഈ കാര്യം ചെന്ന് പോലീസുകാരനോട് പറയുകയാണെങ്കിൽ അവനൊരു ലാഭവും ഇല്ലല്ലോ. ആവശ്യമില്ലാതെ ആ പോലീസുകാർ പിള്ളേരെ പിടിച്ച് ജയിലിൽ വിടും. അതാ ഇതുമായിട്ട് ബന്ധമുള്ളവരൊന്ന് കണ്ടുപിടിച്ചിട്ട് സംസാരിച്ച് ഒരു നല്ല എമൗണ്ട് വാങ്ങുകയാണെങ്കിൽ അവനും ലാഭം ഉണ്ടാകും, ആ പിള്ളേർക്കും ലാഭം ഉണ്ടാകും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എത്ര വേണം? ഒരു മാസം മുഴുവൻ ഉറക്കളച്ചിരുന്ന് പേപ്പർ ഇട്ട ഒരു 3000 രൂപ കൈ നിൽക്കും. വർഷത്തിലൊരു 50 × 2 × 20,000 രൂപ നിൽക്കും. എനിക്കാണെങ്കിൽ ഇപ്പോൾ 29 വയസ്സുമായി. എങ്ങനെ പോയാലും ഒരു 40 വർഷത്തോടെ ജീവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ടേബിളിൻ്റെ പുറത്ത് എടുത്തു വെച്ചെന്ന് വെച്ചോ, അങ്ങനെ എടുത്തോണ്ട് ഞാൻ ഓടിക്കളയും.
പിന്നീട് നിങ്ങളുടെ കൺവെട്ടത് വരത്തില്ല. നീ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ, പൈസ റെഡിയായിരിക്കും. വിശ്വസിക്കാമല്ലോ. തരാന്ന് പറഞ്ഞില്ലേ? ആ പത്രക്കാരൻ ക്യാഷ് ചോദിച്ചപ്പോൾ അവനെ വിരട്ടി വിട്ടാ പോരായിരുന്നോ? എല്ലാത്തിനും നീ എന്തിനാ തലയാട്ടിയേ? ഡാ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കാര്യം അവന് മാത്രം അറിയാവുന്ന എങ്ങനെ വിചാരിക്കാനാ? അത് പറ. ആദ്യം അവൻ ചോദിച്ചത് കൊടുത്തു നോക്കാം. കാശ് വാങ്ങിയിട്ട് മിണ്ടാതിരുന്ന് ഇത് അവന് മാത്രം അറിയുള്ളൂ, മറ്റാർക്കും അറിയില്ലെന്ന് അർത്ഥം. പിന്നെ കൊടുത്ത കാശ് എങ്ങനെ തിരിച്ചു വാങ്ങണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. ചുമ്മാ ഒരു പേടിത്തൊണ്ടനാവാതെ. ആ അച്ഛാ, എന്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുത്തായിരുന്നു. എടുത്തു. വീടിനടുത്തൊരു പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് വാങ്ങാൻ വേണ്ടി എടുത്താണ്. എന്റെ സാലറി ഇതുവരെ ക്രെഡിറ്റ് ആയില്ല. അച്ഛാ, എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം വളരെ അത്യാവശ്യമാണ്. എന്തിനാണ് നിനക്കിപ്പോ 10 ലക്ഷം രൂപ? എന്ത് ചെയ്യാൻ? ഇപ്പൊ 50,000 ഉള്ളൂ, ബാക്കി പിന്നെ തരാം. എന്താ ഇത്? ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 1000 തന്നാ എങ്ങനെ? ശരി, ഓക്കെ. ബാക്കിയോ? ബാക്കി പിന്നെ തരാന്ന് പറഞ്ഞില്ലേ, ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ വീണ്ടും ഞങ്ങളോട് ക്യാഷ് ചോദിച്ചു. ഇത് വെറും ഒരു ആക്സിഡൻ്റ് അല്ലേ, നമുക്ക് പോലീസിനോട് പോയി പറയാം, ഇവനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഇവരോട് പറഞ്ഞതാ സാർ. ഫാബിയോ എൻ്റെ കർണത്തടിച്ചു സാർ. എനിക്ക് അന്നേരം തന്നെ ഈ കാര്യം പോലീസിനോട് പറയണമെന്ന് തോന്നി സാർ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായത്? ഇവിടെ വെച്ചാ സാർ. അവനെങ്ങനെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും തനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? അന്നേരം എനിക്കുണ്ടായ പേടിയിൽ ഒന്നും ഓർമ്മയില്ല സാർ. നീ വെക്കോ, നിന്റെ ഫ്രണ്ട്സ് ചോദിച്ചാ ഞങ്ങൾ കണ്ട കാര്യമൊന്നും പറയണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ആ സാർ, ആ ന്യൂസ് പേപ്പർ ഇടുന്ന ആള് അവനിനി ഒരു പ്രശ്നത്തിനും വരില്ല. സർ, റിലാക്സ്. ഹേയ്, ഐ എം കൂൾ. ഗൗതം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്നുകൂടെ നോക്കി. ഇന്നലെ രാത്രി 11 മണിക്ക് വൈഷ്ണവ അപ്പാർട്ട്മെന്റിലേക്ക് പോയിരിക്കുന്നു. വെളുപ്പിന് 2 മണിക്ക് അവന്മാരുടെ കാർ ആക്സിഡന്റ് ആകുന്നു. അതേ പാർക്കിന്റെ അടുത്ത് അതേ സമയം തന്നെ ശ്രുതിയുടെ ബോയ് ഫ്രണ്ടിനെ ഷൂട്ട് ചെയ്തു. പിന്നെ രാവിലെ 7 മണിക്ക് വൈഷ്ണവി അപ്പാർട്ട്മെന്റിലുള്ള നെയ്ബറിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. ഫൈനലി 10 മണിക്ക് അവൾ എസ്കേപ്പ്. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ആ പത്രക്കാരനുണ്ടായിരുന്നു. സോ ആ മർഡർ അവൻ കാണാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഒരുപാടുണ്ട് സാർ. സാർ, നമസ്കാരം. വീടിനകത്തേക്ക് എന്താ ക്ഷണിക്കാത്തത്? വരൂ സാർ. തുണിയെല്ലാം വലിച്ചു വാരി ഇട്ടേക്കോ സാർ. നിങ്ങളൊന്നും വെറുതെ തെറ്റായിട്ട് വിചാരിക്കല്ല സാർ. സാർ, എന്താ സാർ കാണിക്കുന്നത്? അയ്യോ സാർ, എന്താ സാർ ഇതൊക്കെ? സാർ എന്നെ വിട് സാർ. വീട് കാര്യം ചെറുതാണേലും നല്ല വൃത്തിയും വെടുപ്പുണ്ട്. നിന്റെ ഇവിടുത്തെ താമസം മതി. മേട്ടുപ്പാളയത്തിനടുത്ത് 8 ലക്ഷത്തിനൊരു സൂപ്പർ അപ്പാർട്ട്മെന്റ് കിട്ടും. എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്ക്. ബാക്കിയുള്ള 2 ലക്ഷത്തിന് എന്തെങ്കിലും കച്ചവടം തുടങ്ങാമല്ലോ. ലൈഫ് അല്ലലില്ലാതെ മുന്നോട്ട് പോകും. സാർ, തെറ്റുപറ്റിപ്പോയി സാർ. എന്നോട് ക്ഷമിക്കണം സാർ. ആ പിള്ളേർ ഇനി ശല്യം ചെയ്യില്ല സാർ. എല്ലാ സത്യവും ഞാൻ പറയാം സാർ. എല്ലാ സത്യങ്ങളും എന്ന പദത്തിന് ഒരർത്ഥമുണ്ട്. അതായത് കണ്ട കാര്യം കണ്ടതുപോലെ പറയണം. പകുതി വിഴുങ്ങിയിട്ട് പാതി മറച്ചു വെച്ചിട്ട് പിള്ളേരെ വരട്ടുന്ന രീതിയൊന്നും ശരിയാവില്ല. നീ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഞങ്ങളങ്ങ് തിരിച്ചു പോകും. അതല്ല, നീ പറയുന്നതെല്ലാം നുണയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയ നിന്നെ നടു റോട്ടിൽ കൊണ്ട് കിടത്തി ആ പിള്ളേരെ കൊണ്ട് കാർ ഓടിച്ച് നിന്നെ നെഞ്ചത്തോട്ട് കയറ്റും. ഞാൻ പറയാം സാർ. എന്നാ പറ. പേപ്പർ എടുക്കാൻ വേണ്ടി ഞാൻ ഡിപ്പോയിലേക്ക് പോയിട്ട് വരുമ്പോൾ അവിടെ ഒരു വെള്ളക്കാരനടുത്ത് ഒരാൾ വീണ് കിടക്കുന്ന കണ്ടു സാർ. മെൽവി ആൻഡ് രേഷ്മി ഫ്രണ്ട്സ് ആയല്ലോ. എന്താ സംഭവിച്ചെന്നറിയാൻ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ നീ പറയുന്ന പോലെ അത്രക്കാരനൊന്നുമല്ല ഞാൻ.
ഏതവനോ അയാളെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു സാർ. തരികടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞാ നോക്കി അതേസമയം ഓപ്പോസിറ്റ് റോഡിൽ ഒരു കാറ് സ്കിഡാകുന്ന ശബ്ദം കേട്ടി സാർ. എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ചെറുപ്പക്കാരായ 3 പേര് ഒരുത്തനെ കാറ് കൊണ്ട് ഇടിച്ചിട്ടിട്ട് അവനെ എടുത്ത് ഡിക്കിയിലിട്ടിട്ട് വണ്ടി വിട്ടു പൊക്കളഞ്ഞു സാർ. ഉടനെ ഞാൻ സ്റ്റേഷൻ ചെന്നത് ആ വെടി കൊണ്ടവൻ്റെ കാര്യം മാത്രമാണ് സാർ പറഞ്ഞത്. ആ ആക്സിഡന്റിനെ പറ്റിയുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഞാൻ ഉടനെ തന്നെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞായിരുന്നു സാർ. നിങ്ങളുടെ അഡ്രസ്സ് റൈറ്ററുടെ അടുത്ത് കൊടുത്തിട്ട് വയ്ക്കാം. ശരി സാർ. ഞാൻ കാശിന് വേണ്ടിയാണ് സാർ പിള്ളേരെ വിരട്ടിയത്. അതല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒരു കാര്യം എനിക്കറിയില്ല സാർ. അപ്പോൾ ആ ബോഡി നീ കാറിന് എടുത്തിട്ടില്ല? സാർ, ആ ശവത്തിന് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക? ആ പാർക്കിൽ വെച്ച് കണ്ടത് ഈ കാറല്ലേ? ഇതാണ് സാർ. നിങ്ങൾ സ്പോട്ടിൽ പോയപ്പോൾ ആ കാർ അവിടെ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു സാർ. ഒരു കാർ നമ്പർ ട്രേസ് ചെയ്യാൻ ഇത്രയും സമയമോ? ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. വാ. കോൺസ്റ്റബിൾ രാജൻ ഒരു കാർ നമ്പർ നിന്നിട്ട് ട്രേസ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? തന്നായിരുന്നു സാർ. ഡീറ്റെയിൽസ് എല്ലാം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആർക്ക്? രാജൻ സാറിന്. ഒരു മിനിറ്റ് സാർ. അയ്യോ, മെസ്സേജ് സെൻഡ് ആവുന്നില്ല സാർ. നിൽക്ക് സാർ, ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് പറയാം. ഗൗതം സാർ, പിള്ളേർ കാറിലിടിച്ചത് കില്ലർ കണ്ടിട്ടുണ്ടാവണം. അവർ പോയതിനു ശേഷം ആ കാർ എടുത്ത് ഫോളോ ചെയ്ത് പോയിട്ട് ട്രങ്കിലിടുന്ന ആ കില്ലർ തന്നെയായിരിക്കും ബോഡി നീക്കം ചെയ്തത്. എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു സാർ. പക്ഷേ വൈഷ്ണവി നമ്മളോട് കള്ളം പറഞ്ഞത്, അതിനുശേഷം നമ്മൾ അവിടെ കണ്ട ബ്ലഡ്, ഇതെല്ലാം ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്തു. ഇത് തന്നെയാണ് നടന്നതെന്ന് കൺഫേം ചെയ്യാനൊന്നും പറ്റില്ല. ഇതുവരെയും നമുക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് ഇങ്ങനെയും നടന്നിട്ടില്ല എന്ന് പറയും. യു ക്യാൻ സിംപ്ലി ഫോർ ദിസ് ദീപക്സ് തിയറി. ക്രിഷ് ആൻഡ് ശ്രുതി അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീ ഈസ് എൻട്രിങ് ദ അപ്പാർട്ട്മെന്റ്. അവൻ ആരാണെന്ന് നമുക്കറിയില്ല. സോ ആ കില്ലർ ആ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കടന്നു വന്നു. അപ്പാർട്ട്മെന്റിനുള്ളിൽ തീർച്ചയായും മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നിരിക്കണം. മേ ബി ഹീസ് വൈഷ്ണവീസ് ബോയ് ഫ്രണ്ട്. ബട്ട് ആ കില്ലർ എൻട്രി ആയ ഉടനെ അവനെ സോൾവ് ചെയ്തു. ആൻഡ് ദെൻ ശ്രുതിയുടെ റൂമിലേക്ക് പോയ കൃഷ്ണയെയും സോൾവ് ചെയ്തു. ദിസ് എക്സ്പ്ലെയിൻ ദ ബ്ലഡ് ഓൺ ദ മൂൺ ആൻഡ് ശ്രുതി ഈസ് എ ഗൺ പോയിന്റ്. കറക്റ്റ് അതേ സമയത്ത് തന്നെ വൈഷ്ണവി അങ്ങോട്ട് കടന്നു വന്നു. ഇത് നീ ആരോടെങ്കിലും പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നുകളയുമെന്ന് തൂക്ക് ചൂണ്ടി വിരട്ടി. പിന്നെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി വൈഷ്ണവിയെ മാത്രം വെറുതെ വിട്ടിട്ട് മറ്റ് 3 പേരെയും ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പാർക്കിനടുത്തെത്തിയപ്പോൾ കൃഷ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു കാണുന്നു. You guessed it. വൈഷ്ണവിയുടെ ബോയ്ഫ്രണ്ട് തടയുവാൻ വേണ്ടി ഗേറ്റിന് മേലെ കുതിച്ചു ചാടി. കില്ലറെ കണ്ട് പേടിച്ച് ശ്രുതി അൺകോൺഷ്യസായി. കൃഷിൻ്റെ മരണം സൂയിസൈഡ് പോലെ ചിത്രീകരിച്ചു. ഇതിന് ശേഷം നടന്നത് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ എൻറ്റയർ ഇൻസിഡൻറ്റ് പത്രക്കാരൻ പാർക്കിന് പുറത്തുനിന്ന് കാണുന്നു. ആൻഡ് ആ കൊലയാളി പാർക്കിനുള്ളിൽ തന്നെ ഉണ്ട്. ആ പിള്ളേര് പോയതിനു ശേഷം പത്രക്കാരൻ പരിഭ്രമത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു.
ഫെബിയുടെ കാറിനെ അവർ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ആ കില്ലർ സ്പോട്ടിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനായി. പിള്ളേര് വീടിനുള്ളിലേക്ക് പോയതിനു ശേഷം കാറിൻ്റെ ഡിക്കിയിൽ നിന്നും ഡെഡ് ബോഡി റിമൂവ് ചെയ്യുന്നു. സോ വൈഷ്ണവിയുടെ ബോയ്ഫ്രണ്ടിൻ്റെയും ശ്രുതിയുടെയും ഡെഡ് ബോഡി അവ രണ്ടും നമ്മളിപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന TN38 AW7436 സ്വിഫ്റ്റ് ഡിസയർ കാറിൻ്റെ ഡിക്കിക്കുള്ളിലായിരിക്കണം. ദാറ്റ്സ് ബ്ലഡി ജീനിയസ് സാർ. ഞാൻ പറഞ്ഞ കണക്ഷൻസ് എല്ലാം ലോജിക്കിൽ തന്നെയല്ലേ ഉള്ളത്? യാ സാർ, ഇറ്റ്സ് വെരി ലോജിക്കൽ. ഇങ്ങനെ നടക്കാനും ചാൻസസ് ഉണ്ട്. ബട്ട് ഇതിൻ്റെ മോട്ടീവ്? എല്ലാ കൊലയ്ക്ക് പിന്നിലും മോട്ടിവേഷൻ ഉണ്ടാവണമെന്നില്ല. സാർ തരുന്ന ഹിന്റ് നോക്കിയാൽ നമ്മളൊരു സൈക്കോ കില്ലറിനെ ചേസ് ചെയ്യാണോ എന്നങ്ങ് തോന്നുമോ സാർ? എക്സാക്ട്ലി. ഹൂ നോസ് ഇറ്റ്? സാർ, കൃഷ്ണസ്വാമി എന്ന പേരിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. കൃഷ്ണസ്വാമിയോ? ആ പറയൂ. സാർ, തിരുപ്പൂർ ബൈപ്പാസിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. സാർ, ആരോ ഒരാൾ കാറിൽ നിന്ന് എന്തോ എടുത്ത് ആറ്റിലേക്ക് ഇട്ടു. തെളിച്ച് പറയൂ. കാർ ഡിക്കി തുറന്നിട്ട് അതിനകത്തുനിന്ന് വലുതായിട്ട് എന്തോ എടുത്ത് ആറ്റിലേക്ക് ഇട്ടു സാർ. ഏത് വണ്ടിയാണ്? വൈറ്റ് ഡിസൈർ സാർ. സിവിയർ ബ്ലഡ് ലോസ്, ആംബിയർ ക്ഷീണം. കുറച്ചു ദിവസത്തിനു മുൻപ് കൃഷ് എന്ന ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായി പൂന്തോട്ടത്തിൽ മരണമടഞ്ഞു കിടന്നതായി കണ്ടു. അതേ ദിവസം ശ്രുതി എന്ന പെൺകുട്ടിയും കാണാതായി. ഇതിന് കാരണം മനോഹരൻ എന്ന യുവാവാണെന്നും കൃഷും ശ്രുതിയുമായുള്ള ബന്ധം ഇഷ്ടപ്പെടാഞ്ഞതിനാൽ കൃഷിനെ വെടിവെച്ച് കൊന്നതായും ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയതായും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാർ പറയുന്നു. കൂടാതെ മനോഹരൻ എന്ന യുവാവിനെ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
എക്സ്ക്യൂസ് മീ. സാർ, ഞാൻ രാജനെ വിളിക്കുന്നത്. ആ, ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജൻ. സാർ, ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്തിനാ സാറിനെ കാണാൻ പറഞ്ഞതെന്ന് എൻ്റെ മകന് മനസ്സിലായി. അവൻ വരുന്നില്ലെന്ന് പറയുന്നു സാർ. സാറിന് എന്നോടൊന്നും തോന്നരുത്. ഹലോ സാർ. ആരാ നീ? ഫൈനലി ഈ ചോദ്യം നിങ്ങൾ ആദ്യം ചോദിക്കണമായിരുന്നു. എന്തോ 10 വർഷത്തെ പരിചയം പോലെ സംസാരിക്കുന്നത് കേട്ടല്ലോ ഞാനും ശരി പോട്ടെ എന്ന് ഓർത്തു. പക്ഷെ ഞാൻ ആരായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ കേസിനെ കുറിച്ചൊന്നും പറയില്ലായിരുന്നു. ഇതെടുക്കാനാണോ ഇത്രയും നേരം ട്രൈ ചെയ്തേ? ഞാൻ കൃഷ്ണന്റെ ബ്രദറാണ്. ഒന്നും വേണ്ട, ഞാൻ പറയാതെ ആരും കൂടെ വരണ്ട. എല്ലാരും പോ. നിങ്ങൾ ആ കൊലയാളിയുടെ മുഖം നന്നായി കണ്ടുവെന്ന് എനിക്കറിയാം. പക്ഷെ പോലീസ് ചോദിച്ചിട്ട് പോലും നിങ്ങൾ അയാളെ കാണിച്ചു കൊടുത്തില്ല. ഒരുത്തിന് എല്ലാ ഇമോഷൻസും കൺട്രോൾ ചെയ്യാം, പക്ഷേ ഇവനകത്ത് കിടക്കണം അല്ലെങ്കിൽ ചാകണമെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുമ്പോൾ അവൻ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കാണുമ്പോൾ മനസ്സിലൊരു തീക്കനലെരിയും. ആ എരിച്ചിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പം ഇതാ നിറയെ പേർക്ക് ജസ്റ്റിസ് കിട്ടാൻ വളരെ ഉപകാരമാകുന്നത്. കൊലയാളി ആരാന്നറിഞ്ഞിട്ട് നിങ്ങൾ അയാളെ ഒന്നും ചെയ്തില്ല. Now I just need a simple answer to the simple questions. എന്തുകൊണ്ട്? എല്ലാം പറയാം. നിനക്കെന്നോട് ഒരുപാട് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തീർത്തതിന് ശേഷം നിനക്കെന്നെ കൊല്ലാം. ആരും നിന്നെ തടയാൻ വരില്ല. ബിക്കോസ് ബേസിക്കലി പോലീസുകാർക്ക് കുറച്ച് വാശി കൂടുതലാണ്. ഒരു പോലീസുകാരനും അവൻ്റെ ജീവന് വേണ്ടി മറ്റുള്ളവരോട് യാചിക്കാറില്ല. മോറെവർ, നീ തീർച്ചയായും എല്ലാം അറിയണം.